വിമർശിക്കാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്തു കാണിക്കാനാണ് പ്രയാസം. ഇന്ത്യയുടെ കാര്യത്തിൽ ഇത് ഏറെക്കുറെ ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് പങ്കുവച്ച ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിക്കും അദ്ദേഹം കേന്ദ്രത്തെ വിമർശിക്കുകയാണ് ഈ പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ വ്യക്തമായ ഒരു കാമ്പുണ്ട് താനും. അതായത് ടൂറിസം മേഖലയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റുള്ളവരെ വിമർശിക്കാൻ നിൽക്കുന്നതിനൊപ്പം തന്നെ സ്വയം ഒന്ന് വിമർശിക്കാൻ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കണം എന്നുകൂടെയാണ് അദ്ദേഹം പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ മറ്റുള്ളവരെ എന്ന് പറയുന്നത് ഇന്ത്യയെ നിശിതമായി വിമർശിച്ച മാൽദീവ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം വായിക്കാം. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ കേന്ദ്രമായ ഗോവയിൽ ഈ വർഷം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തിയതായി എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്മസ് പുതുവത്സര ദിവസങ്ങളിൽ സാധാരണഗതിയിൽ തിരക്ക് കാരണം ഗോവയിലേക്ക് അടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തവണ ഒഴിഞ്ഞ ബീച്ചുകളും തിരക്കില്ലാത്ത റോഡുകളും ഒക്കെയായിരുന്നു ഗോവയിലെ കാഴ്ചകൾ. വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 60% വരെയാണ് കുറവ്. ഈ കണക്കുകൾ തെറ്റാണ് എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇത് ഗോവയിലെ മാത്രം കാര്യമല്ല എന്ന് ടൂറിസം രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ടൂറിസം മേഖലയിൽ ജീവിക്കുന്നവർക്കും നല്ലതുപോലെ അറിയാം. ഇന്ത്യയിൽ 2024 ജനുവരി മുതൽ ജൂൺ വരെ ഏതാണ്ട് 48 ലക്ഷം വരെ വിദേശ വിനോദസഞ്ചാരികൾ എത്തിയെന്നതാണ് കേന്ദ്ര സർക്കാർ രേഖകൾ. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് എങ്കിലും 2019 10% കുറവാണ്. രസകരമായ കാര്യം, ഇന്ത്യയിൽ ഈ കാലയളവിൽ എത്തിയ 48 ലക്ഷം വിദേശ വിനോദസഞ്ചാരികൾ 22% ബംഗ്ലാദേശിൽ നിന്നുള്ളവർ ആയിരുന്നു. വിന്റർ ടൂറിസം വലിയ രീതിയിൽ നടത്തിയിരുന്ന കാശ്മീർ, ലോക്, ഹിമാചൽ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇപ്പോൾ വിദേശ സഞ്ചാരികൾ എത്തുന്നില്ല. ഇവിടെ എവിടെ പോകുന്നു സഞ്ചാരികൾ? ആളുകൾ യാത്ര ചെയ്യാത്തതാണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ അല്ല. കോവിഡിന് ശേഷം ആളുകൾ കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങി എന്ന് തന്നെ വാസ്തവം. ഇന്ത്യക്ക് പകരം തായ്ലാന്റ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങളിലേക്കും ശ്രീലങ്ക, മാൽദീവ്സ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമാണ് സഞ്ചാരികൾ ഇപ്പോൾ പോകുന്നത്. വിന്റർ ടൂറിസത്തിനായി നേപ്പാൾ, ഭൂട്ടാൻ, സെൻട്രൽ ഏഷ്യ രാജ്യങ്ങൾ അവിടേക്കും സഞ്ചാരികൾ പോകുന്നു. നമ്മൾ ഇന്ത്യക്കാർ പോലും ഇന്ത്യൻ ടൂറിസം കേന്ദ്രങ്ങൾ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. എന്തുകൊണ്ടാണ് ലോക ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം താഴേക്ക് പോകുന്നത്? ഇന്ത്യയിൽ ഇല്ലാത്തത് ഒന്നുമില്ല. നമുക്ക് ബീച്ചുകളുണ്ട്, മഞ്ഞുമലകളുണ്ട്, സ്വിറ്റ്സർലാൻഡിനെ വെല്ലുന്ന ഭൂപ്രകൃതിയുണ്ട്, കായൽ, പുഴകൾ, മഴ എന്ന് വേണ്ട മരുഭൂമി വരെയുണ്ട്. കേരളത്തിൽ 35 ഡിഗ്രി ചൂടാണ് എങ്കിൽ ലോഹിയയിൽ ഇപ്പോൾ 20 ഡിഗ്രി കൊടും തണുപ്പാണ്. ഗോവയിലെ കാര്യം തന്നെ എടുത്താൽ വരുന്ന സഞ്ചാരികളെ പിഴിയുക എന്ന മനോഭാവമാണ് അവിടെയുള്ളത്. ഒരിക്കൽ ഗോവയിൽ പോയാൽ പിന്നെ അങ്ങോട്ട് ചെല്ലരുത് എന്ന രീതിയാണ് പെരുമാറ്റം. ടാക്സി മാഫിയ, സാധനങ്ങൾക്ക് അമിത വില, മോശം പെരുമാറ്റം, ദുരന്തമായ പൊതുഗതാഗത സംവിധാനങ്ങൾ, അങ്ങനെ കാരണങ്ങൾ നിരവധിയാണ്. ഗോവയിൽ ഒരു നല്ല ഹോട്ടൽ റൂമിന് ഒരു ദിവസം 7000+ GST കൊടുക്കേണ്ടി വരുമ്പോൾ തായ്ലാന്റിൽ അതിന്റെ പകുതി നിരക്കിൽ ഹോട്ടലിൽ ലഭ്യമാണ് എന്ന് മാത്രമല്ല മികച്ച സേവനവും ലഭ്യമാക്കും. ചൈനയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോയവരിൽ വിമാനക്കൂലി 17,000 ആണെങ്കിൽ ചൈനയിൽ നിന്ന് ശ്രീനഗർ വരെ പോയവരാൻ 27,000 രൂപ കുറഞ്ഞത് വേണ്ടിവരും. ഇത്രയും പണം മുടക്കി ചെന്നാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോലും ഒരിടത്തും കാണില്ല. സഞ്ചാരികളെ അമിതമായി ചൂഷണം ചെയ്യലും മോശം പെരുമാറ്റവും ഒക്കെ ആകുമ്പോൾ സഞ്ചാരികളിൽ ഇന്ത്യയിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കും. ടൂറിസം വളർത്താൻ ഓരോ ബജറ്റിലും കോടികൾ മാറ്റിവെക്കുന്നുവെങ്കിലും ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. ഗോവയിലൊക്കെ യൂബർ, ഓല പോലുള്ള പ്രീപെയ്ഡ് ടാക്സികൾ പോലും ഓടിക്കാൻ അവിടുത്തെ ടാക്സി മാഫിയ അനുവദിക്കില്ല. ഈ വർഷം കാശ്മീരിൽ 3 കോടി സഞ്ചാരികൾ എത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലും അമിതമായ വിമാന നിരക്കിലും ടാക്സി, ഹോട്ടൽ നിരക്കുകളിലും സഞ്ചാരികൾ അതൃപ്തിയാണ്. ഇന്ത്യയിലെ പല സിറ്റികളിലേക്കും വിമാനങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി ടിക്കറ്റ് നിരക്കിനേക്കാൾ വളരെ കുറവാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ. വിചിത്രമായ ന്യായീകരണമാണ് വ്യോമയാന മന്ത്രാലയം പറയുന്നത്. ഒരിക്കൽ മോശം പേര് കേൾപ്പിച്ചാൽ പിന്നെ അതിൽ നിന്ന് മോചനമുണ്ടാക്കാൻ ഒരിത്തിരി പാടുപെടേണ്ടി വരും. ആ സമയം കൊണ്ട് നമ്മളുമായി മത്സരിക്കുന്ന രാജ്യങ്ങൾ അത് മുതലെടുത്ത് മുന്നോട്ട് പോകും. 2024 ബഡ്ജറ്റ് രേഖകൾ പ്രകാരം 1 കോടി രൂപ ടൂറിസം മേഖലയിൽ ഇന്ത്യൻ GDPക്ക് സംഭാവന ചെയ്തത്. അതായത് GDPയുടെ ഏതാണ്ട് 6.5%. ഏകദേശം 4.3 കോടി ആളുകൾക്ക് ഇതുവഴി ജോലി ലഭിക്കുന്നു. വിദേശ നാണ്യം വഴി ലഭിക്കുന്നത് $30 ബില്യൺ ആണ്. ഇന്ത്യയിൽ ചിലവഴിക്കേണ്ട പണമാണ് നമ്മൾ ഇന്ത്യക്കാർ വിദേശത്ത് ചിലവഴിക്കുന്നത്. വിദേശത്ത് നമ്മുടെ രാജ്യത്ത് ഇതിനേക്കാൾ ചിലവ് കുറയും. അടിസ്ഥാന സൗകര്യവും വികസനവും അമിത ചൂഷണം ഇല്ലാതെയും ഒക്കെയാണ് ഇന്ത്യക്കാരെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളം ആയിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ.
ഇത്രയും വലിയ ഒരു സെക്കൻഡിനെ വളർത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ടൂറിസത്തിന് ആവശ്യമായ എല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ നമുക്കത് എങ്ങനെ ബുദ്ധിപരമായും ദീർഘവീക്ഷണത്തോടെയും ഉപയോഗിക്കണം എന്നറിയില്ല. ഇന്ത്യക്ക് ടൂറിസം കേന്ദ്രങ്ങൾ എങ്ങനെ വൃത്തിയായി സംരക്ഷിക്കണം എന്നറിയില്ല എന്ന് മാലദ്വീപ് മന്ത്രി പരിഹസിച്ചപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഒത്തൊരുമിച്ച് നിന്ന് മാലദ്വീപിനെ ബഹിഷ്കരിച്ചു. അയാൾ പറഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരുന്നുവെങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. വിദേശ സഞ്ചാരികൾ മാത്രമല്ല, ഇന്ത്യൻ സഞ്ചാരികളും ഇന്ത്യൻ ടൂറിസം കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കൂ എന്നത് ഗൗരവമായി കണ്ട് സർക്കാർ ഈ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കുക തന്നെ വേണം. നമ്മൾ ചെയ്തില്ല എങ്കിൽ മറ്റുള്ളവർ അത് ചെയ്യും. സഞ്ചാരികൾക്കിപ്പോൾ അനവധി ഓപ്ഷൻസ് ഉണ്ട് എന്നത് മറക്കരുത്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.